ഹായ് ഹലോ നമസ്കാരം. PSC ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീക്കിലി കറണ്ട് അഫയേഴ്സ് അവലോകനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഏറെ സംഭവ വികാസങ്ങളൊക്കെ ആയിട്ട് ഒരാഴ്ച കടന്നു പോയിരിക്കുന്നു. എന്നും പറയുന്ന പോലെ ഒരുപാട് സംഭവങ്ങൾ നടന്നു. പക്ഷെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനിയുള്ളൊരു 20 മിനിറ്റ്. നമ്മുടെ 7 പ്രധാനപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞു. ഡിസംബറിലെ 2ാമത്തെ ആഴ്ച. ഇവിടെ പ്രധാനപ്പെട്ട 10 വാർത്തകൾ, ആ വാർത്തകളുടെ കുറച്ച് പിന്നാമ്പുറങ്ങളിലുള്ള കുറച്ചധികം അറിവുകൾ, ഇതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ, ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുൻപിൽ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആ പ്രധാനപ്പെട്ട 10 വാർത്തകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വീക്കിലി കറണ്ട് അഫയേഴ്സ് ഡിസംബർ 7 മുതൽ 14 വരെയുള്ള തീയതികളിലെ പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ ഇക്കണോമിക്സിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണിത്. ഡിഗ്രി പ്രിലിംസിൻ്റെ മുൻ വർഷ ചോദ്യങ്ങളിലൂടെ കടന്നുപോയ ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മോണിറ്ററി പോളിസി, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ് തുടങ്ങിയ ടേംസ് ഒക്കെ തന്നെ പരിചയപ്പെട്ട ഒരാളായിരിക്കണം. സോ അതുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് കാര്യമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. 2024 ഡിസംബറിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിൽ റിപ്പോ നിരക്ക് എത്ര ശതമാനമായാണ് നിലനിർത്തിയേക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. 2024 ഡിസംബറിൽ ചേർന്ന RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിൽ റിപ്പോ നിരക്ക് എത്ര ശതമാനമായി നിലനിർത്തിയേക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. മോണിറ്ററി പോളിസി കമ്മിറ്റി RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഡിസൈഡ് ചെയ്യുന്ന RBIയുടെ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ആണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത്. അതുപ്രകാരം ഇത്തവണയും നമ്മുടെ റിപ്പോ നിരക്ക് 6.5% കണ്ടിന്യൂ ചെയ്യുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തുടർച്ചയായി 11ാം തവണയാണ് റിപ്പോ നിരക്കിൽ മാറ്റമില്ലാതെ 6.5% എന്ന് പറയുന്ന ഈ ഒരു ശതമാനം തന്നെ ഫോളോ ചെയ്യുവാൻ RBIയുടെ MPC മോണിറ്ററി പോളിസി കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നോൺ ഇക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളൊരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം, എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി, എന്താണ് ഈ റിപ്പോ നിരക്ക് തുടങ്ങിയ കാര്യങ്ങൾ. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം എന്താണ് മോണിറ്ററി പോളിസി? ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ് RBI. ഏതൊരു സെൻട്രൽ ബാങ്കിനെ, ഏതൊരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കിനെയും പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കണോമിക് ആയിട്ടുള്ള വളർച്ചയെ, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനും ആ സാമ്പത്തിക വളർച്ച സ്ഥിരതയോടുകൂടി മുന്നോട്ട് പോകുന്നതിന്, അവിടെ ഉണ്ടാകുന്ന വിലക്കയറ്റം പോലെയുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാനുമുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മുടെ RBIക്കാണ്. സോ അതുമായി ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് മോണിറ്ററി പോളിസി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു നയ സമീപനമാണ് RBIയുടെ മോണിറ്ററി പോളിസി. സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നയങ്ങൾ, പോളിസികൾ രൂപീകരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു നയ സമീപനം, പോളിസി ഓറിയന്റഡ് സമീപനമാണ് RBIയുടെ മോണിറ്ററി പോളിസി എന്നുള്ള കാര്യം ഓർക്കുക. RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക്. സാമ്പത്തിക വളർച്ച എന്ന ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ടും അതിൽ സ്ഥിരത നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയുമാണ് RBI മോണിറ്ററി പോളിസി രൂപീകരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സ്ഥിരതയോടുകൂടി മുന്നോട്ട് പോകുവാൻ വെല്ലുവിളിയാകുന്ന സാഹചര്യങ്ങളാണ് വിലക്കയറ്റം പോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഇക്കോണമിയെ സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്തിലോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് നമ്മുടെ RBI അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിൻ്റെയും സെൻട്രൽ ബാങ്ക് അവരുടെ മോണിറ്ററി പോളിസി ഫോം ചെയ്യുന്നെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നിങ്ങൾ ഇനി എപ്പോൾ മോണിറ്ററി പോളിസി എന്ന് കേട്ടാലും നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തേണ്ടത് ആരാണ് മോണിറ്ററി പോളിസി ഫോം ചെയ്യുന്നത്? ഇന്ത്യയുടെ കേസിലാണെങ്കിൽ RBI, ഇന്ത്യയുടെ റിസർവ് ബാങ്കാണ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്രെയിം ചെയ്യുന്നത്. മറ്റൊരു പോളിസി നിങ്ങൾ കേട്ടിരിക്കാം, അതാണ് ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസി ആരുടെ ഉത്തരവാദിത്തമാണ്? അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഫിസ്ക്കൽ പോളിസി ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം, മോണിറ്ററി പോളിസി RBIയുടെ ഉത്തരവാദിത്വമാണെന്നുള്ള കാര്യം ഓർക്കുക. മോണിറ്ററി പോളിസി ഈസ് ഈക്വൽ ടു RBI എന്ന് നിങ്ങൾ പഠിക്കുക. ഫിസ്ക്കൽ പോളിസി ഈസ് ഈക്വൽ ടു ഗവൺമെന്റ് എന്ന് നിങ്ങൾ പഠിക്കുക. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇനി സാമ്പത്തിക വളർച്ച എന്ന ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ടും അതിൽ സ്ഥിരത നിലനിർത്തുവാനും വേണ്ടി ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായാൽ പോരാ, അതിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകണം. അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വിലക്കയറ്റം
പോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതിനെയൊക്കെ തന്നെ പരിഹരിച്ച് ഇക്കണോമിക് ഗ്രോത്ത് സ്റ്റേബിളായി മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ് ഈ മോണിറ്ററി പോളിസിയിലൂടെ RBI ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇക്കോണമിയിൽ വിലക്കയറ്റമാണെങ്കിൽ എങ്ങനെ ആ വിലക്കയറ്റത്തെ അണ്ടർ കൺട്രോളിലാക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് മോണിറ്ററി പോളിസിയിലൂടെ RBI തീരുമാനിക്കുന്നത്. അതിന് RBI ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, CRR, SLR തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഏതൊരു രാജ്യത്തിൻ്റെയും സെൻട്രൽ ബാങ്കിൻ്റെ നിർണായക യോഗങ്ങളിൽ ഒന്നാണ് മോണിറ്ററി പോളിസി അവലോകന യോഗങ്ങൾ എന്നുള്ള കാര്യം ഓർക്കുക. നമ്മുടെ MPC മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് നമ്മുടെ മോണിറ്ററി പോളിസി റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മീറ്റിങ്ങുകൾ കൂടുന്നത്. സോ അതൊരു സെൻട്രൽ ബാങ്കിൻ്റെ, ഏതൊരു രാജ്യത്തിൻ്റെയും സെൻട്രൽ ബാങ്കിൻ്റെ നിർണായകമായ യോഗങ്ങളിൽ ഒന്നാണ്. നിലനിൽക്കുന്ന ഇക്കോണമിയിലെ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ, ഇൻഫ്ലേഷൻ റേറ്റ് എത്രയാണ്, അത് അണ്ടർ കൺട്രോളിലാണോ, അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ, ഇൻട്രസ്റ്റ് റേറ്റുകൾ കൂട്ടണോ കുറയ്ക്കണോ തുടങ്ങിയ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന RBIയുടെ ഹൈ പ്രൊഫൈൽ മീറ്റിംഗ് ആണ് നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമുക്ക് എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ്, എന്താണ് റിപ്പോ റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. റിപ്പോ റേറ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും പണം വായ്പ നൽകുന്നതിന് കൊടുക്കുന്ന പലിശയുടെ, അതിന് ഈടാക്കുന്ന പലിശയുടെ നിരക്കിനെയാണ് നമ്മൾ റിപ്പോ നിരക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിപ്പോ റേറ്റ് എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും കൊടുക്കുന്ന ലോണിന് പലിശയ്ക്ക് ഈടാക്കുന്ന ആ ഒരു പലിശ നിരക്ക്, കൊടുക്കുന്ന ലോണിന് ഈടാക്കുന്ന പലിശ നിരക്കിനെയാണ് നമ്മൾ റിപ്പോ റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ RBI കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കൊടുക്കുന്ന ലോണിന് RBI ഈടാക്കുന്ന ഇൻട്രസ്റ്റ് ആണ് റിപ്പോ റേറ്റ്. RBI കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്, നമ്മുടെ SBI പോലത്തെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് RBI കൊടുക്കുന്ന ലോണിന് RBI ഈടാക്കുന്ന പലിശയുടെ നിരക്കാണ് റിപ്പോ റേറ്റ് എന്ന് ഓർക്കുക. നിലവിലെ റിപ്പോ നിരക്കാണ് 6.5%. നമ്മൾ നേരത്തെ പഠിച്ചു 2024 ഡിസംബർ 2ാം ആഴ്ചയിൽ RBI മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗം കൂടിയപ്പോൾ അവർ തീരുമാനിച്ചതാണ് 6.5% ആകണം ഇന്ത്യയുടെ റിപ്പോ നിരക്ക് എന്നുള്ളത്. സോ നിലവിലത്തെ റിപ്പോ നിരക്ക് എത്രയാണ്? 6.5%. നിങ്ങൾ എക്സാമിന് പോകുന്ന ആ ഒരു മാസം നിങ്ങൾ പ്രത്യേകം നോക്കുക. മോണിറ്ററി പോളിസി മീറ്റിങ്ങുകൾ ആ സമയത്തെ അപ്ഡേറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കാം, ഇതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. റിപ്പോ നിരക്ക് ഉയർന്നാൽ ഹോം ലോണുകളുടെയും വ്യക്തിഗത വായ്പകളുടെയും പലിശ നിരക്കുകൾ ഉയരുവാൻ കാരണമാകുന്നു. റിപ്പോ നിരക്ക് ഉയർന്നാൽ ഹോം ലോണുകളുടെയും വ്യക്തിഗത ലോണുകളുടെയും ഒക്കെ തന്നെ ഇൻട്രസ്റ്റ്, പലിശ നിരക്കുകൾ ഉയരുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉയരാൻ കാരണമാകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? RBIയിൽ നിന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ലോൺ എടുക്കുന്നു, അതിന് ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് റിപ്പോ നിരക്ക്. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കണമെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ പണം ഉണ്ടാകണം. അവരുടെ വരുമാന മാർഗമാണ് അവർ നമുക്ക് നൽകുന്ന, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നമുക്ക് നൽകുന്ന ലോണിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ വരുമാനം. സോ ഈ വരുമാനത്തിൽ നിന്ന് വേണം അവർ റിപ്പോ നിരക്കുകൾ, അതിൻ്റെ പലിശ അടയ്ക്കാൻ. സോ റിപ്പോ നിരക്ക് ഉയർന്നാൽ സ്വാഭാവികമായിട്ടും കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവരുടെ വരുമാനം ഉയർത്താൻ വേണ്ടി ലോണുകളുടെയും മറ്റ് വ്യക്തിഗത വായ്പ കാര്യങ്ങളുടെയും ഒക്കെ തന്നെ പലിശ കൂട്ടും എന്നുള്ള കാര്യം ഓർക്കുക. സോ റിപ്പോ റേറ്റ് ഉപയോഗിച്ച് ഇൻഫ്ലേഷനെ അണ്ടർ കൺട്രോളിലാക്കുവാൻ RBIക്ക് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇൻഫ്ലേഷൻ കൺട്രോൾ ആക്കുന്ന RBIയുടെ മോണിറ്ററി പോളിസിയുടെ ഒരു ടൂളാണ് റിപ്പോ റേറ്റ് എന്നുള്ളത്. സോ റിപ്പോ റേറ്റിനെ പറ്റി ഇത്രയും കാര്യം മനസ്സിലാക്കുക. RBI കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ലോൺ കൊടുക്കുമ്പോൾ അതിനവർ ഈടാക്കുന്ന പലിശയുടെ നിരക്കാണ് റിപ്പോ റേറ്റ്. നിലവിലത്തെ റിപ്പോ റേറ്റ് എത്രയാണ്? 6.5%. റിപ്പോ നിരക്ക് കൂടുകയാണെങ്കിൽ, റിപ്പോ റേറ്റ് കൂടുകയാണെങ്കിൽ അത് നമ്മളെ, സാധാരണക്കാരായ നമ്മളെയും ബാധിക്കും. നമ്മൾ എടുക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അടുത്തതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ആ പേര് പോലെ തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റ്, അതായത് റിപ്പോ എന്താണോ അതിന് നേരെ റിവേഴ്സ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നുള്ള കാര്യം ഓർക്കുക. റിപ്പോ എന്താണോ അതിന് നേരെ റിവേഴ്സായി സംഭവിക്കുന്ന കാര്യമാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് എന്തായിരുന്നു? വാണിജ്യ ബാങ്കുകൾക്ക് RBI കൊടുക്കുന്ന പലിശയ്ക്ക് കൊടുക്കുന്ന ലോണിന് RBI ഈടാക്കുന്ന പലിശ. ഇനി ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ
വാണിജ്യ ബാങ്കുകളുടെ പക്കലുള്ള അധിക പണം സൂക്ഷിക്കുന്നതിന് RBI നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് ലോണിന് കൊടുത്ത പലിശയാണെങ്കിൽ ഇത് ഡെപ്പോസിറ്റിന് കൊടുത്ത പലിശയാണെന്നുള്ള കാര്യം ഓർക്കുക. റിപ്പോ റേറ്റ് ലോണിന് കൊടുത്ത പലിശയാണെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് ഡെപ്പോസിറ്റിന് കൊടുക്കുന്ന പലിശയാണ്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിന്ന് ഡെപ്പോസിറ്റ്സ് ആയിട്ട് പണം എങ്ങോട്ട് വരുന്നു? RBIയിലോട്ട് വരുന്നു. കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിന്ന് ഡെപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപങ്ങളായിട്ട് പണം, അധിക പണം RBIയിലോട്ട് വരുന്നു. ഈ ഡെപ്പോസിറ്റ്സിന് RBI കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ റിവേഴ്സ് റിപ്പോ റേറ്റ്. ഈ ഡെപ്പോസിറ്റിന് RBI കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നുള്ള കാര്യം ഓർക്കുക. വാണിജ്യ ബാങ്കുകളുടെ പക്കലുള്ള അധിക പണം സൂക്ഷിക്കുന്നതിന് RBI നൽകുന്ന പലിശയാണിത്. ഇത് ലോണിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അല്ല, മറിച്ച് ഡെപ്പോസിറ്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. പണമൊഴുക്ക് നിയന്ത്രിക്കുവാൻ RBI ഈ മാർഗം ഉപയോഗപ്പെടുത്തുന്നു. നമ്മുടെ ഇക്കോണമിയിലേക്കുള്ള മണി സപ്ലൈ അത് കൺട്രോളിലാക്കുവാൻ വേണ്ടി റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടുന്ന പോലെയുള്ള പരിപാടികൾ RBI ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർക്കുക. നിലവിലെ റിവേഴ്സ് റിപ്പോ റേറ്റ് എത്രയാണ്? 3.35%. നിലവിലത്തെ റിവേഴ്സ് റിപ്പോ റേറ്റ് എത്രയാണ്? 3.35% എന്നുള്ള കാര്യം ഓർക്കുക. റിപ്പോ റേറ്റ് 6.5%, റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35%. എല്ലായ്പ്പോഴും റിപ്പോ നിരക്ക് റിവേഴ്സ് റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. എല്ലായ്പ്പോഴും റിപ്പോ നിരക്ക്, റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് ഓർക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞു നിലവിൽ 6.5% നമ്മുടെ റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് 3.35%. എല്ലായ്പ്പോഴും റിപ്പോ റേറ്റ് എന്തായിരിക്കും? റിവേഴ്സ് റിപ്പോയേക്കാൾ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം RBIക്ക് കിട്ടുന്ന വരുമാനമാണ് അവർ കൊടുക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള റിപ്പോ റേറ്റ്. RBI അങ്ങോട്ട് കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് ആണ് അവർ ഡെപ്പോസിറ്റിന് കൊടുക്കുന്ന റിവേഴ്സ് റിപ്പോ റേറ്റ്. സോ ഏതൊരു ബാങ്കിനെ പോലെ RBIയും ഇങ്ങോട്ടേക്ക് കിട്ടുന്ന എമൗണ്ടിനായിരിക്കും കൂടുതലാകാൻ വേണ്ടി ആഗ്രഹിക്കുക. സോ അതുകൊണ്ടാണ് റിപ്പോ നിരക്ക് റിവേഴ്സ് റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലാകുന്നത്. നിലവിലത്തെ റിപ്പോ നിരക്ക് 6.5%, നിലവിലത്തെ റിവേഴ്സ് റിപ്പോ നിരക്ക് 3.35%. റിവേഴ്സ് റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും റിപ്പോ നിരക്ക് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. ഇത് ഡിഗ്രി പ്രിലിംസ് ഇക്കണോമിക്സ് പോർഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മോണിറ്ററി പോളിസിയെ പറ്റി പറയാതെ ചോദിക്കാതെ പോയ ഒരു ഡിഗ്രി പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമുക്ക് മുൻപിലില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. എന്താണ് മോണിറ്ററി പോളിസി? ആരുടെ ഡ്യൂട്ടിയാണ് മോണിറ്ററി പോളിസി? എന്താണ് RBIയുടെ റോള്? എന്തിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്? എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ്? എന്താണ് റിപ്പോ റേറ്റ്? ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇതിലേതാണ് കൂടുതൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആദ്യം മുതൽ ഒന്ന് കണ്ടു നോക്കുക. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കാം. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, ഒരു അവാർഡ് കിട്ടിയ വാർത്തയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായതാര്? 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായതാര്? ഉത്തരം മിഷേൽ ബാഷ്ലെറ്റ് എന്നുള്ളതാണ്. ഉത്തരം മിഷേൽ ബാഷ്ലെറ്റ് എന്നുള്ളതാണ്. 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായത് മിഷേൽ ബാഷ്ലെറ്റ്. ഓർത്തു വെക്കുക, അവാർഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് അവാർഡ് വേണമെങ്കിലും ചോദിക്കാം. 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായ വ്യക്തി മിഷേൽ ബാഷ്ലെറ്റ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇന്ദിരാഗാന്ധി പീസ് ട്രസ്റ്റ് ആണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ആരാണ് മിഷേൽ ബാഷ്ലെറ്റ്? ചിലി മുൻ പ്രസിഡന്റും ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ സമിതിയുടെ മേധാവിയുമാണ് മിഷേൽ ബാഷ്ലെറ്റ് എന്നുള്ള കാര്യം ഓർക്കുക. ആരാണ് മിഷേൽ ബാഷ്ലെറ്റ്? ചിലിയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ നിലവിൽ ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ സമിതിയുടെ മേധാവി കൂടിയാണ് മിഷേൽ ബാഷ്ലെറ്റ് എന്നുള്ള കാര്യം ഓർക്കുക. മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ അവരുടെ സുപ്രധാനമായിട്ടുള്ള ഇടപെടലും പങ്കുമൊക്കെ തന്നെ സ്മരിച്ചുകൊണ്ട് അതിനെ ആദരിക്കാൻ വേണ്ടിയാണ് ഈ വർഷത്തെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം മിഷേൽ ബാഷ്ലെറ്റിന് ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. നമുക്കിനി അടുത്ത പ്രധാനപ്പെട്ട വാർത്തയിലോട്ട് നോക്കാം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത അത് നമ്മുടെ കേരളത്തിന് കിട്ടിയ 2 ബഹുമതികളെ പറ്റിയാണ്. ഈ വീക്കാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്
പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. അതിൽ 2024 ദേശീയ പഞ്ചായത്ത് പുരസ്കാര പട്ടികയിൽ ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം സ്വന്തമാക്കിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്നാണ് ചോദ്യം. 2024 ദേശീയ പഞ്ചായത്ത് പുരസ്കാര പട്ടികയിൽ ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം സ്വന്തമാക്കിയ കേരളത്തിലെ പഞ്ചായത്ത്. ഉത്തരം പെരുമ്പടപ്പയാണ്. ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ് പെരുമ്പടപ്പ ഉള്ളതെന്നുള്ള കാര്യം ഓർക്കുക. മലപ്പുറം ജില്ലയിലെ പഞ്ചായത്താണ് പെരുമ്പടപ്പ. സോ പെരുമ്പടപ്പ പഞ്ചായത്തിനാണ് 2024 ദേശീയ പഞ്ചായത്ത് പുരസ്കാര പട്ടികയിൽ ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം കിട്ടിയത് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി 2024 പഞ്ചായത്ത് പുരസ്കാര പട്ടികയിൽ പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാരം ലഭിച്ചത് എന്തിനാണ്, ആർക്കാണെന്നാണ് ചോദ്യം. 2024 ദേശീയ പഞ്ചായത്ത് പുരസ്കാര പട്ടികയിൽ പഞ്ചായത്ത് ക്ഷമത നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാരം, ഹിന്ദിയിലാണ് നമ്മുടെ അവാർഡ്സിൻ്റെ ഒക്കെ പേര്. സോ പുരസ്കാരം നേടിയത് ആരാണെന്നാണ് ചോദ്യം. കിലയാണ്. എന്താണ് കില? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാർ, പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കൊക്കെ തന്നെ ട്രെയിനിങ് കൊടുക്കുന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, കേരള ഗവൺമെന്റിന്റെ കീഴിലെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കില, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. തൃശ്ശൂറാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. സോ കിലയ്ക്കാണ് ഇത്തവണത്തെ പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാരം കിട്ടിയതെന്നുള്ള കാര്യം കൂടി ഓർക്കുക. നമുക്ക് ഈ വാർത്തയൊന്ന് വിശദമായിട്ട് കാണാം. ദാരിദ്ര്യമുക്തവും മെച്ചപ്പെട്ട ഉപജീവനവും ഉറപ്പാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കിയതിന് ദേശീയ തലത്തിൽ 2ാം സ്ഥാനമാണ് പെരുമ്പടപ്പ ഗ്രാമപഞ്ചായത്തിന് സ്വന്തമാക്കിയത്. ദാരിദ്ര്യമുക്തവും മെച്ചപ്പെട്ട ഉപജീവനവും ഉറപ്പാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കിയതിന് ദേശീയ തലത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്തുകളിൽ 2ാം സ്ഥാനമാണ് നമ്മുടെ പെരുമ്പടപ്പ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക. മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും നൈപുണ്യ വികസനത്തിനും മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുവാനും നടത്തിയ ഇടപെടലുകളാണ് കിലയെ അവാർഡിന് അർഹമാക്കിയത്. കില എന്താണ്? കില ആക്ച്വലി ഒരു ട്രെയിനിങ് സെന്റർ ആണ്. നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ പ്രതിനിധികളായിട്ടുള്ള മെമ്പർമാർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, റിസോഴ്സ് പേഴ്സൺസ് തുടങ്ങിയവർക്കുള്ള ഒരു ട്രെയിനിങ്, സ്കിൽ ഡെവലപ്മെന്റ് നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കില. സോ കിലയ്ക്ക് എന്തിനാണ് ഈ അവാർഡ് കിട്ടിയത്? ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും നൈപുണ്യ വികസനത്തിനും സ്കിൽ ഡെവലപ്മെന്റിനും മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുവാനും നടത്തിയ ഇടപെടലുകൾക്കാണ് കിലയ്ക്ക് ഈ ഒരു പുരസ്കാരം കിട്ടിയതെന്നുള്ള കാര്യം ഓർക്കുക. പഞ്ചായത്തുകൾക്ക് പിന്തുണ നൽകുന്ന സ്ഥാപനങ്ങളിൽ ദേശീയ തലത്തിൽ 1ാം സ്ഥാനത്തെത്തുവാൻ കിലയ്ക്ക് കഴിഞ്ഞു. സോ പെരുമ്പടപ്പ് പഞ്ചായത്തിന് 2ാം സ്ഥാനമാണെങ്കിൽ കിലയ്ക്ക് 1ാം സ്ഥാനമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ ഈ 2 പുരസ്കാരങ്ങളാണ് ഇത്തവണത്തെ നാഷണൽ പഞ്ചായത്ത് അവാർഡ്സിൽ കേരളം സ്വന്തമാക്കിയത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട മറ്റ് 2 ഫാക്ട്സ് നോക്കാം. യൂണിയൻ പഞ്ചായത്ത് രാജ് മിനിസ്റ്റർ ആരാണെന്നാണ് ചോദ്യം. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിൽ പഞ്ചായത്ത് രാജ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. രാജീവ് രഞ്ജൻ സിംഗ് അല്ലെങ്കിൽ ലല്ലൻ സിംഗ്. ലല്ലൻ സിംഗ് എന്നറിയപ്പെടുന്ന രാജീവ് രഞ്ജൻ സിംഗ് ആണ് യൂണിയൻ പഞ്ചായത്ത് രാജ് മിനിസ്റ്റർ. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിൽ പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ അല്ലെങ്കിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ് അല്ലെങ്കിൽ ഏലിയാസ് ലല്ലൻ സിംഗ് ആണ് ഈ ഒരു പഞ്ചായത്ത് രാജ് മിനിസ്റ്റർ എന്നുള്ള കാര്യം ഓർക്കുക. രാജീവ് രഞ്ജൻ സിംഗ്, RR സിംഗ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ലല്ലൻ സിംഗ് എന്നാണ് അദ്ദേഹത്തെ പൊതുവെ പോപ്പുലർലി അറിയപ്പെടുന്നത്. ഇനി കേരളത്തിലോട്ട് വരുമ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? അത് MP രാജേഷ് ആണ്. MP രാജേഷ് ആണ് കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നുള്ള കാര്യം ഓർക്കുക. സോ യൂണിയൻ പഞ്ചായത്ത് രാജ് മിനിസ്റ്റർ രാജീവ് രഞ്ജൻ സിംഗ് ഏലിയാസ് ലല്ലൻ സിംഗ്, മിനിസ്റ്റർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ കേരള MP രാജേഷ്. 2 പോയിന്റ്സും ഓർത്തു വെക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റിലെ മന്ത്രിമാരെ പറ്റിയൊക്കെ തന്നെയുള്ള ചോദ്യങ്ങൾ PSC എക്സാമിന് ചോദിച്ചിരുന്നു. അത് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്, ഓർത്തു വെക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4ാമത്തെ വാർത്ത അത് നമ്മുടെ IFFK പറ്റിയാണ്. തിരുവനന്തപുരത്ത് വീണ്ടും ചലച്ചിത്ര ഉത്സവം നടക്കാൻ പോവുകയാണ്, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരള. അതിൻ്റെ 29ാമത്തെ പതിപ്പിനാണ് ഈ വർഷം തിരുവനന്തപുരം വേദിയാകാൻ പോകുന്നത്.
ഡിസംബർ 13 മുതലാണ് IFFK സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇന്ത്യൻ നാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരള 29ാമത്തെ പതിപ്പ്. ഇതിനെപ്പറ്റി ഈ ആഴ്ചയിൽ വന്ന കുറച്ചധികം വാർത്തകൾ നമുക്കൊന്ന് നോക്കാം. 29ാമത് IFFKയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡിന് അർഹയായ ഇന്ത്യൻ സംവിധായിക ആരാണ്? 29ാമത് IFFKയിൽ സമാപന ചടങ്ങിൽ നൽകാൻ വേണ്ടി ഡിക്ലെയർ ചെയ്ത പുരസ്കാരമാണ് സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം. ഇതിന് അർഹയായിട്ടുള്ള ഇന്ത്യൻ സംവിധായിക ആരാണെന്നാണ് ചോദ്യം. ഈ വർഷം ഒട്ടനവധി ബഹുമതികൾ നേടിയ, ദേശീയ അന്തർദേശീയ ബഹുമതികൾ നേടിയ നമുക്കൊക്കെ അഭിമാനമായിട്ടുള്ള പായൽ കപാഡിയെയാണ് സ്പിരിറ്റ് ഓഫ് ഇന്ത്യൻ സിനിമ പുരസ്കാരത്തിന് അർഹയായ ആ ഒരു സംവിധായിക. പായൽ കപാഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിൻ്റെ ഡയറക്ടറാണ് പായൽ കപാഡിയ. നമ്മുടെ IFFKയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡിന് അർഹയായിട്ടുള്ള ഇന്ത്യൻ സംവിധായകയും ആരാണ്? പായൽ കപാഡിയാണെന്നുള്ള കാര്യം ഓർക്കുക. പായൽ കപാഡിയയ്ക്ക് ഇത്തവണത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ നോമിനേഷനുമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഏറെ പ്രതീക്ഷയോടുകൂടി ആ ഒരു നോമിനേഷൻ അതിൻ്റെ റിസൾട്ട്സ് ഒക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി 29ാമത് IFFKയുടെ അന്താരാഷ്ട്ര ജൂറിയുടെ അധ്യക്ഷയായി പ്രഖ്യാപിക്കപ്പെട്ടത് ആര്? 29ാമത് IFFKയുടെ അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ജൂറി ബോർഡിന്റെ അധ്യക്ഷയായി പ്രഖ്യാപിക്കപ്പെട്ടത് ആരാണെന്നാണ് ചോദ്യം. ആഗ്നസ് ഗൊദാർത്തോ ആണ്. ആഗ്നസ് ഗുദാർത്തോയെയാണ് ഇന്റർനാഷണൽ ജൂറി ബോർഡിന്റെ അധ്യക്ഷയായി പ്രഖ്യാപിച്ചത്. അവരൊരു സിനിമാറ്റോഗ്രാഫറാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സിനിമാറ്റോഗ്രാഫറാണ്. 29ാമത് IFFK ഉദ്ഘാടന ചലച്ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ്? ഐ ആം സ്റ്റിൽ ഹിയർ ആണ്. ഐ ആം സ്റ്റിൽ ഹിയർ ഒരു ബ്രസീലിയൻ മൂവിയാണ്. സോ 29ാമത് IFFKയുടെ ഉദ്ഘാടന ചിത്രമായി തിരഞ്ഞെടുത്ത മൂവിയാണ് ഐ ആം സ്റ്റിൽ ഹിയർ. ഓക്കെ, ഓർത്തു വെക്കുക. ഐ ആം സ്റ്റിൽ ഹിയർ എന്നുള്ളതാണ് നമ്മുടെ IFFKയുടെ ഉദ്ഘാടന ചിത്രം. ഇതാണ് IFFKയുടെ സ്പിരിറ്റ് ഓഫ് ഇന്ത്യൻ അവാർഡ് കിട്ടിയത് പായൽ കപാഡിയയ്ക്കാണ്. IFFKയുടെ ഇന്റർനാഷണൽ ജൂറി ബോർഡിൽ അധ്യക്ഷയായത് ആഗ്നസ് ഗൊദാർത്തയാണ്. ഇനി IFFKയുടെ ഉദ്ഘാടന ചിത്രം, ഈ വർഷത്തെ ഉദ്ഘാടന ചിത്രം ഏതാണ്? അത് ഐ ആം സ്റ്റിൽ ഹിയർ എന്നുള്ളതാണ്. IFFKയുമായി ബന്ധപ്പെട്ട ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളാണ്. അടുത്ത ആഴ്ച നമുക്ക് ഇതിലും അധികം വാർത്തകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അടുത്ത ആഴ്ചയോടുകൂടി IFFK നടക്കുകയാണ്. അപ്പോൾ പുരസ്കാരങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഇനി RBI ബന്ധപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തയാണ്. RBIയുടെ ഗവർണറായിട്ട് ഈ വർഷം ഈ ഒരാഴ്ച നിയമിതനായ വ്യക്തി ആരാണ്? RBIയുടെ പുതിയ ഗവർണറായി നിയമിതനായ വ്യക്തി ആരാണ്? അത് സഞ്ജയ് മൽഹോത്രയാണ്. RBIയുടെ പുതിയ ഗവർണറായി നിയമിതനായ വ്യക്തിയാണ് സഞ്ജയ് മൽഹോത്ര. RBIയുടെ 26ാമത് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര എന്നുള്ള കാര്യം ഓർക്കുക. RBIയുടെ മുൻ ഗവർണർ ശക്തികാന്ത ദാസ്, അദ്ദേഹത്തിന്റെ സേവന കാലാവധി ഈ വീക്ക് അവസാനിക്കുകയായിരുന്നു. സോ 3 വർഷ കാലാവധിയിലേക്ക് RBIയുടെ ഗവർണറായിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തേക്കുന്നത്? RBIയുടെ ഗവർണറായിട്ട് സഞ്ജയ് മൽഹോത്രയാണ് അപ്പോയിന്റ് ചെയ്തേക്കുന്നുള്ള കാര്യം ഓർക്കുക. സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് സഞ്ജയ് മൽഹോത്ര എന്നുള്ള കാര്യം ഓർക്കുക. 3 വർഷത്തെ കാലാവധിയാണ് സഞ്ജയ് മൽഹോത്രയ്ക്കുള്ളത്. ശക്തികാന്ത ദാസിന്റെ പിൻഗാമിയായിട്ടാണ് സഞ്ജയ് മൽഹോത്ര വരുന്നത്. റവന്യൂ സെക്രട്ടറി ആയിരുന്നു. ഇനി സഞ്ജയ് എന്നുള്ള പേര് നിങ്ങളൊന്ന് സസൂക്ഷ്മം ഓർത്തു വെച്ചേരെ. എന്തുകൊണ്ടെന്നാൽ സഞ്ജയ് എന്നുള്ള പേരിൽ പുതിയ കുറേ അധികം അപ്പോയിൻമെന്റ്സ് നടന്നിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? CJI ആരാണ്? അത് സഞ്ജീവ് ഖന്നയാണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് നിലവിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്. സഞ്ജീവ് ഖന്നയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സഞ്ജയ് നിയമിതനായിട്ടുള്ളത് നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിട്ട് ഒരു സഞ്ജയ് മൂർത്തിയെ നിയമിതനായിട്ടുണ്ട്. സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അതൊന്ന് ഓർത്തു വെക്കുക. സഞ്ജയ് മൂർത്തി ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. സഞ്ജയ് മൽഹോത്ര ഇന്ത്യയുടെ RBIയുടെ ഗവർണർ. ആൻഡ് CJI നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായിട്ടുള്ളത് ആരാണ്? സഞ്ജീവ് ഖന്നയാണ്. ഇനി മറ്റൊരു സഞ്ജയും കൂടി ഉണ്ട്. GST അപ്പലറ്റ് ട്രൈബ്യൂണലിന്റെ പ്രസിഡന്റ് ആയിട്ട് സഞ്ജയ് കുമാർ മിശ്രയും കൂടെ നിയമിതനായിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഈ ആകെ മൊത്തമുള്ള സഞ്ജയ്മാരിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. കൃത്യമായിട്ട് എഴുതി തന്നെ വെക്കുക, ഓർത്തിരിക്കുക. RBIയുടെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് സഞ്ജയ് മൽഹോത്ര.
കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് സഞ്ജയ് മൂർത്തി. നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി സഞ്ജീവ് ഖന്ന ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പം അതിലൊരു കൺഫ്യൂഷൻ ഇനി ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയിലോട്ട് പോകാം. മലയാള സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ മലയാള സംവിധായകൻ ആരാണെന്നാണ് ചോദ്യം. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 2024 അല്ല 2023 JC ഡാനിയൽ, മലയാള സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന JC ഡാനിയലിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു അവാർഡാണ് ഇത്. മലയാള സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ്. സോ 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണെന്നാണ് ചോദ്യം. അത് വളരെ പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ ഷാജി N കരുണാണ്. ഷാജി N കരുണാണ് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി എന്നുള്ള കാര്യം ഓർക്കുക. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണിത്. മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അവാർഡാണ് നമ്മുടെ JC ഡാനിയൽ പുരസ്കാരം എന്നുള്ള കാര്യം ഓർക്കുക. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയാണിത്. ദാദാ സാഹിബ് ഫാൽക്കെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് നൽകുന്ന പരമോന്നത ചലച്ചിത്ര ബഹുമതി. അതിന്റെ ഒരു കൗണ്ടർ പാർട്ടാണ് കേരളത്തിൽ നമ്മുടെ JC ഡാനിയൽ പുരസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പരമോന്നത ചലച്ചിത്ര ബഹുമതിയാണ് JC ഡാനിയൽ പുരസ്കാരം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ ആ ഒരു JC ഡാനിയൽ പുരസ്കാരം 2023 അർഹനായ വ്യക്തിയാണ് സംവിധായകൻ ഷാജി N കരുൺ. നമുക്ക് ഷാജി N കരുണിനെ പറ്റി കുറച്ച് വിശദമായിട്ട് നോക്കാം. 1988 സംവിധാനം ചെയ്ത പിറവിയാണ് ഷാജി N കരുണിന്റെ ആദ്യ സംവിധാന സംരംഭം. ഡിഗ്രി പ്രിലിംസിന്റെ കലാ സാംസ്കാരിക രംഗം എന്ന് പറഞ്ഞൊരു 10 മാർക്കിന്റെ ടോപ്പിക് ഉണ്ട്. അവിടെ സിനിമയും ഒരു വിഷയമാണ്, ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഷാജി N കരുൺ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന സമയമാണ്. ഒരു അവാർഡ് വിന്നറാണ്. മലയാളത്തിലെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച് സർക്കാർ അംഗീകരിച്ച വ്യക്തിയാണ് ഷാജി N കരുൺ. അതുകൊണ്ട് തന്നെ ഓർക്കുക, അദ്ദേഹത്തിനെ പറ്റിയുള്ള കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1988 സംവിധാനം ചെയ്ത പിറവിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭം. അദ്ദേഹം അതിനു മുമ്പ് സിനിമാറ്റോഗ്രാഫറായിട്ടൊക്കെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിറവി, സ്വം, വാനപ്രസ്ഥം, മോഹൻലാലിന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത വാനപ്രസ്ഥം എന്നീ ചിത്രങ്ങളിലൂടെ കാൻ മേളയുടെ ഔദ്യോഗിക വിഭാഗത്തിൽ തുടർച്ചയായി 3 ചിത്രങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ലോക സിനിമയിലെ അപൂർവം സംവിധായകരിൽ ഒരാളാണ് ഷാജി N കരുൺ. കാൻ ഫിലിം ഫെസ്റ്റിവൽ നമുക്കറിയാം, അന്താരാഷ്ട്ര മൂവീസിൻ്റെ ഒരു ഫിലിം ഫെസ്റ്റാണ്. അപ്പോൾ അവിടെ തുടർച്ചയായി 3 ചിത്രങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ലോക സിനിമയിലെ തന്നെ അപൂർവം സംവിധായകരിൽ ഒരാളാണ് ഷാജി N കരുൺ എന്നുള്ള കാര്യം ഓർക്കുക. ഏതൊക്കെ സിനിമയാണ് അവിടെ സ്ക്രീൻ ചെയ്തത്? പിറവി, സ്വം, വാനപ്രസ്ഥം തുടങ്ങിയ സിനിമകൾ അവിടെ സ്ക്രീൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. കുട്ടിസ്രാങ്ക്, സോപാനം, നിഷാദ്, ഓള് എന്നിവയാണ് ശ്രദ്ധേയമായിട്ടുള്ള മറ്റ് സിനിമകൾ. 40ഓളം സിനിമകളുടെ ഛായാഗ്രഹകനുമാണ്, സിനിമാറ്റോഗ്രാഫറും കൂടിയാണ് ഷാജി N കരുൺ. ഇതിനകം 7 ദേശീയ പുരസ്കാരങ്ങളും 7 സംസ്ഥാന പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. കലാ സാംസ്കാരിക രംഗത്തെ സംഭാവനയ്ക്കുള്ള ഫ്രഞ്ച് സർക്കാരിൻ്റെ അന്താരാഷ്ട്ര അംഗീകാരമായ ദ ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ്, പത്മശ്രീ തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഭാരത സർക്കാരിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുരസ്കാരങ്ങളിൽ ഒന്നാണ് പത്മശ്രീ. അതോടൊപ്പം തന്നെ ഫ്രഞ്ച് സർക്കാരിൻ്റെ കലാകായിക രംഗത്തെ സംഭാവനകൾക്ക് നൽകുന്ന ദ ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് പുരസ്കാരവും ലഭിച്ച മലയാള സംവിധായകനാണ് ഷാജി N കരുൺ എന്നുള്ള കാര്യം ഓർക്കുക. പിറവി, സ്വം, വാനപ്രസ്ഥം, കുട്ടിസ്രാങ്ക്, സോപാനം, നിഷാദ്, ഓള് തുടങ്ങിയവയാണ് വളരെ പ്രധാനപ്പെട്ട സിനിമകൾ. സോ ഷാജി N കരുണിനെ പറ്റിയുള്ള കുറച്ച് ഇൻഫർമേഷൻ ഓർത്തു വെക്കുന്നത്. നമ്മളിനി കാണാൻ പോകുന്ന അടുത്ത ചോദ്യം ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളും അതിൻ്റെ പ്രമേയവുമാണ്. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളും അതിൻ്റെ പ്രമേയവും. 2024 അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം, അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനത്തിൻ്റെ ആൻറ്റി കറപ്ഷൻ ഡേയുടെ പ്രമേയം എന്താണെന്നുള്ളതാണ് ചോദ്യം. എന്നാണ് ആൻറ്റി കറപ്ഷൻ ഡേ? ഡിസംബർ 9 2024 ആൻറ്റി കറപ്ഷൻ ഡേ നമ്മൾ ആചരിച്ചത്. സോ ഡിസംബർ 9 ആൻറ്റി കറപ്ഷൻ ഡേ എന്നുള്ള കാര്യം ഓർക്കുക. ഇനി എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രമേയം?
യുണൈറ്റിംഗ് വിത്ത് യൂത്ത് എഗനിസ്റ്റ് കറപ്ഷൻ ഷേപ്പിംഗ് ടുമോറോസ് ഇൻറ്റഗ്രിറ്റി എന്നുള്ളതാണ് 2024 ഡിസംബർ 9 ആൻറ്റി കറപ്ഷൻ ഡേയുടെ പ്രമേയം എന്നുള്ള കാര്യം ഓർക്കുക. യുണൈറ്റിംഗ് വിത്ത് യൂത്ത് എഗനിസ്റ്റ് കറപ്ഷൻ ഷേപ്പിംഗ് ടുമോറോസ് ഇൻറ്റഗ്രിറ്റി എന്നുള്ളതാണ് ഡിസംബർ 9 2024 അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനത്തിൻ്റെ ഇന്റർനാഷണൽ ആൻറ്റി കറപ്ഷൻ ഡേയുടെ പ്രമേയം. ഒരിക്കൽ കൂടി പറയാം, യുണൈറ്റിംഗ് വിത്ത് യൂത്ത് എഗനിസ്റ്റ് കറപ്ഷൻ ഷേപ്പിംഗ് ടുമോറോസ് ഇൻറ്റഗ്രിറ്റി എന്നുള്ളതാണ് ഈ വർഷത്തെ ആൻറ്റി കറപ്ഷൻ ഡേയുടെ തീം എന്നുള്ള കാര്യം ഓർക്കുക. ഡിസംബർ 9 ആൻറ്റി കറപ്ഷൻ ഡേ. 2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം, ഹ്യൂമൻ റൈറ്റ്സ് ഡേയുടെ പ്രമേയം എന്താണ്? അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്നുള്ളതാണ് ഈ വർഷത്തെ ഹ്യൂമൻ റൈറ്റ്സ് ഡേയുടെ മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. ഈ ഡിസംബർ 10 2024 പ്രമേയം എന്തായിരുന്നു? അവർ റൈറ്റ്സ് നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ തന്നെ. അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്നുള്ളതാണ് ഈ വർഷത്തെ മനുഷ്യാവകാശ ദിനത്തിൻ്റെ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ ദിവസങ്ങളും പ്രമേയങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളതാണ്. പലപ്പോഴും PSC ചോദിച്ചിട്ടുമുണ്ട്, അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇനി മറ്റൊരു അവാർഡ് കിട്ടിയ വിവരത്തേക്ക് നമുക്ക് പോകാം. ഒരു അന്താരാഷ്ട്ര അവാർഡാണ് 2024 UNEP, അത് ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി പ്രവർത്തന സംഘടനയായിട്ടുള്ള UNEP-ന്റെ പരമോന്നത ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണെന്നാണ് ചോദ്യം. 2024 UNEP-ന്റെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരമായിട്ടുള്ള ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണെന്നാണ് ചോദ്യം. ഉത്തരം മാധവ് ഗാഡ്ഗിലാണ്. നമുക്കറിയാം, പശ്ചിമഘട്ട മലനിരകളെ പറ്റിയൊക്കെ തന്നെ പഠിച്ച് ആ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു മാധവ് ഗാഡ്ഗിൽ. സോ അദ്ദേഹത്തിനാണ് ഇത്തവണത്തെ UNEP-യുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ചത്. 6 പേർക്കാണ് ടോട്ടൽ പുരസ്കാരം ലഭിച്ചത്. ഈ 6 പേരിൽ ഒരു ഇന്ത്യനാണ് മാധവ് ഗാഡ്ഗിൽ എന്നുള്ള കാര്യം ഓർക്കുക. നമുക്ക് ഈ വാർത്തയൊന്ന് വിശദമായിട്ട് നോക്കാം. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം UNEP ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി പ്രസ്ഥാനമാണ്. സോ UNEP 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മാധവ് ഗാഡ്ഗിലിനാണ്. പരിസ്ഥിതി മേഖലയിൽ UN നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം എന്നുള്ള കാര്യം ഓർക്കുക. പരിസ്ഥിതിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ UN നൽകുന്ന, ഐക്യരാഷ്ട്ര സംഘടന നൽകുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം. ഈ വർഷം 6 പേർക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഭൂമിയും ജനങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നവർക്കാണ് ഈ പുരസ്കാരം നൽകി അവരെ ആദരിക്കുന്നത്. ഭൂമിയെയും ജനങ്ങളെയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ജനങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന പരിസ്ഥിതി പ്രവർത്തകർക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഈ ഒരു അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച 6 പേരിൽ ഒരാൾ ഈ വർഷം അതൊരു ഇന്ത്യനാണ്. അത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ മാധവ് ഗാഡ്ഗിലാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാർത്തയാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കായിക രംഗമാണ്. പലരും ഈ വാർത്ത വളരെ ആവേശപൂർവ്വം കേട്ടിരിക്കാം, കണ്ടിരിക്കാം. 2026 ഫിഫ ലോകകപ്പിന് വേദി ഏതാണെന്നാണ് ആദ്യ ചോദ്യം. 2026 ഫിഫ വേൾഡ് കപ്പിന് വേദി ഏതാണ് ചോദ്യം. USA, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലായിരിക്കും 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. കഴിഞ്ഞ ദിവസം ഡിക്ലെയർ ചെയ്തത് 2034 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദിയാണ്. 2034 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദിയാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയിലാണ് 2034 ഫിഫ വേൾഡ് കപ്പ്, 10 വർഷങ്ങൾക്ക് ശേഷമുള്ള സംഭവമാണ്. 2034 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് എവിടെ ആയിരിക്കും? സൗദി അറേബ്യയിലായിരിക്കും. 2026 അടുത്ത തവണത്തെ നടക്കുന്ന എവിടാണ്? അത് USA, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി കായിക രംഗത്തും തന്നെയുള്ള മറ്റൊരു സുപ്രധാനമായിട്ടുള്ള സംഭവ വികാസത്തെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ഭാരതീയരെ മൊത്തം അഭിമാന നിമിഷത്തിൽ എത്തിച്ച ഒരു വാർത്തയാണ്. 18ാമത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് കിരീടം നേടി. 18ാമത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ്
കിരീടം നേടി എന്നുള്ള കാര്യം ഓർക്കുക. 18ാമത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്ന 18 വയസ്സുകാരനായി ഡി ഗുഗേഷ് മാറി. ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോകകപ്പ് ചെസ് ചാമ്പ്യനാണ് ഡി ഗുഗേഷ്. പേര് എഴുതാൻ അവിടെ വിട്ടുപോയി. സോ ഡി ഗുഗേഷ് ആരാണ്? ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനാണ് ഡി ഗുഗേഷ്. ഇതിനു മുൻപ് ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടിയ വ്യക്തിക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിക്ക് 22 വയസ്സായിരുന്നു. ഡി ഗുഗേഷിന് 18 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. സോ 18ാമത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ലോക ചെസ് ചാമ്പ്യനായി മാറിയത്, ആ ഒരു കിരീടം നേടിയത് ആരാണ്? ഡി ഗുഗേഷ് ആണെന്ന് ഓർക്കുക. ഡി ഗുഗേഷ് അദ്ദേഹം ഭാരതീയനാണ്, അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. സോ ഡി ഗുഗേഷിന് ലഭിച്ചൊരു ബഹുമതിയാണ് ഇത്തവണ നമ്മളിനി അവസാനം കാണാൻ പോകുന്ന വാർത്ത. അദ്ദേഹത്തിന് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനാണ് ഡി ഗുഗേഷ്. വിശ്വനാഥ് ആനന്ദിന് ശേഷം ലോക ചെസ് ചാമ്പ്യനാകുന്ന ഇന്ത്യക്കാരനാണ് അദ്ദേഹം. വിശ്വനാഥ് ആനന്ദിന് 2000-ലാണ് അദ്ദേഹം ലോക ചെസ് ചാമ്പ്യനായത്. അതിനുശേഷം 24 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ഒരു ഭാരതീയൻ ലോക ചെസ് ചാമ്പ്യൻ ആകുന്നു. ഡി ഗുഗേഷ് ആണ്. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഡി ഗുഗേഷ് ആണ് നിലവിൽ ലോക ചെസ് ചാമ്പ്യനായി ഇന്നലെ കിരീടധാരണം നടത്തിയത്. സോ 18ാമത്തെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന 18 വയസ്സുകാരനാണ് ഡി ഗുഗേഷ്. ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യനും കൂടി, ലോക ചെസ് ചാമ്പ്യനും കൂടിയാണ് ഡി ഗുഗേഷ് എന്നുള്ള കാര്യം ഓർക്കുക. 2024 ഫിദെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെ വെച്ചാണ്? സിംഗപ്പൂരിലാണ്. 2024 ഫിദെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നത് സിംഗപ്പൂരിലാണ്. ഡി ഗുഗേഷിന്റെ എതിരാളി ആരായിരുന്നു ചോദിച്ചാൽ ഡിങ് ലിറൻ ആയിരുന്നു. ഡി ഗുഗേഷിന്റെ എതിരാളി എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ ഡി ഗുഗേഷ് ആണ് 18ാമത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ലോക ചെസ് കിരീടം നേടിയത്, ചെസ് ചാമ്പ്യനായി മാറിയത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ ആണ്, ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ആണ് നമ്മുടെ ഡി ഗുഗേഷ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. വിശ്വനാഥ് ആനന്ദിന് ശേഷം ഈ ബഹുമതിയിലോട്ട് എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ഡി ഗുഗേഷ്. സോ പ്രധാനപ്പെട്ട വാർത്തയാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കുറച്ചധികം അറിവുകൾ, കുറച്ചധികം ഇൻഫർമേഷനാണ് നമ്മളിപ്പോൾ പങ്കുവച്ചത്. സോ ഡിഗ്രി പ്രിലിംസിന് ഒരുങ്ങുന്ന നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SI ഉൾപ്പെടെയുള്ള പല പ്രസ്റ്റീജിയസ് പോസ്റ്റുകളിലേക്കും നടത്തുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിന് ഒരുങ്ങുന്ന നിങ്ങൾ കറണ്ട് അഫയേഴ്സിനെ വളരെ സീരിയസ് ആയി തന്നെ കാണുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇനി അങ്ങനെ കാണാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ വീണ്ടും വളരെ എനർജറ്റിക് ആയിട്ട് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. വളരെ സീരിയസ് ആയിട്ട് തന്നെ കറണ്ട് അഫയേഴ്സിനെ കാണുക, കൃത്യമായിട്ടുള്ള പഠനം നടത്തുക. സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമ്മുടെ കോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സിൽ പങ്കാളിയാകുവാൻ സാധിക്കും. നമ്മുടെ കൂടുതൽ കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിൽ സംബന്ധിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരോടൊപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരിശീലന രംഗത്ത് പരിശീലനത്തിൽ നമുക്കും പ്രവർത്തിക്കാം, നമുക്കും കടന്നു വരാം. നന്നായി പഠിക്കാം. ചിട്ടയായ പഠനത്തിലൂടെ, തയ്യാറെടുപ്പിലൂടെ ആ ഒരു വലിയ സ്വപ്നത്തിലേക്ക് നമ്മളും ആ ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് നേടിയെടുക്കാം. സോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.